ആലിയയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പ്ലാൻ ചെയ്തു നേരെ എവിടെയെങ്കിലും കൂടെ പോയാലോ, വൈകിട്ടല്ലേ എന്ന്. അങ്ങനെ അപ്പം ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഞങ്ങൾ പന്തളത്തുള്ള മാവരപ്പാറയിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ മണ്ടയിലോട്ടാണ് കയറുന്നത്. പന്തളത്താണോ അതോ പന്തളത്തിന് മുന്നാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ താഴെ പോയിട്ടുണ്ട്. താഴെ നിന്നുള്ള വ്യൂ ഞാൻ കണ്ടിട്ടുള്ളൂ. മണ്ടേ എന്നുള്ള എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് മണ്ടയിൽ പോകാമെന്ന് പറഞ്ഞ് പോയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു വ്യൂ. പക്ഷെ എനിക്ക് ഹൈറ്റ് പേടിയാണ്, എന്നാലും അവിടെ കയറിയപ്പോൾ കണ്ട ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഒരു സൺസെറ്റ് ടൈമും കൂടെ ആയതുകൊണ്ട് ഒരു നല്ല ലൈറ്റും സൂര്യനെയൊക്കെ കാണാനും പറ്റി. നല്ല മേഘങ്ങൾ, നല്ലൊരു ബ്ലൂയിഷ് കളറിൽ തട്ടായിട്ടിരിക്കുന്ന മേഘങ്ങളൊക്കെ കാണാൻ പറ്റി. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ വരുന്നത് അത്ര സേഫ് അല്ല. അല്ലെങ്കിൽ ആരെങ്കിലും കുറേ പേരുണ്ടെങ്കിൽ വരുന്നത് നല്ലതാണ്, അല്ലാതെ ആ ടൈമിൽ അവിടെ പോകുന്നത് അത്ര സേഫ് അല്ലെന്ന് അറിഞ്ഞത് പിന്നെ വീട്ടിൽ വന്നപ്പം എല്ലാവരും ഇതുപോലെ അവിടെ പോയപ്പോൾ പറഞ്ഞു ആ ടൈമിൽ അവിടെ പോകരുത്, അവിടെ ഇങ്ങനെ കള്ളു കുടിക്കാൻ അങ്ങനെയൊക്കെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് അവിടെ, അല്ലെങ്കിൽ കുറേ ബോയ്സ് ഒക്കെ വരും അവിടെ, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഒന്നും ഇല്ലായിരുന്നായിരുന്നു. ചോള് പോയി. തറയിലോട്ട് വീട് പോ ഫ്രണ്ടിലോട്ട് പോ. ഹൈറ്റ് പേടിയാ എനിക്ക്. ഇതാണ് പറഞ്ഞ ചെരുപ്പൂരി കയറണമെന്നല്ലേ? കയറ്. ഈ പാറയുടെ മണ്ടേ കയറിയപ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ, അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം. അതിന് മണ്ടേ കയറാൻ കുറേ പാട് കിട്ടി. എനിക്കാണെങ്കിൽ ഈ ഹൈറ്റ് പേടിയായിരുന്നു, കാരണം ആ സൈഡിൽ കൂടെ കയറണമായിരുന്നു. ആ സൈഡിലാണെങ്കിൽ എനിക്കങ്ങ് പേടിയായിരുന്നു. ഞാൻ താഴെ നിരങ്ങി വീഴുമെന്ന് പേടി കാരണം ഞാൻ എന്തൊക്കെയോ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് മൈൻഡൊക്കെ ഓക്കെ ആക്കിയിട്ടാണ് ഇതിന് മണ്ടേ വലിഞ്ഞ് കയറിയത്. ഞങ്ങൾ വന്നേക്കുന്നത് എവിടാന്നറിയുവോ? പേര് നമുക്കറിയത്തില്ല. ഒരു മാവരപ്പാറ. അതെ, മാവരപ്പാറ. അതെ ഗൈസ്, ഞങ്ങൾ ഇതുപോലെ ഓരോ വീഡിയോസ് എടുത്ത് കോപ്രായികളും കാണിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോസും എടുത്തു. നല്ല സ്കൈ ആയിരുന്നുകൊണ്ട് സ്കൈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പോലത്തെ നല്ല ഫോട്ടോസും കുറേ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു പോയത്. പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫിദായിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ബാംഗ്ലൂർ ജ്യൂസിൽ വന്നു. അപ്പം ഞാൻ എൻ്റെ ഈ ചാർജർ ഉണ്ടായിരുന്നു. അപ്പം ചാർജറിട്ട് കുത്തിയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ഒക്കെ എടുത്തത്. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി.